സോക്രട്ടീസിൻ്റെ ഒരു സുഹൃത്ത് സോക്രട്ടീസിനോട് ചോദിച്ചു, ഡയോജനീസിനെ പറ്റി ഞാൻ കേട്ടത് താങ്കൾക്ക് അറിയണമെന്ന് ചോദിച്ചു. സോക്രട്ടീസ് പറഞ്ഞു, താങ്കളത് പറയാൻ വരട്ടെ. 3 ഘട്ടങ്ങളുള്ള ഒരു പരീക്ഷ വിജയിക്കണം. അതിൽ ഒന്നാമത്തെ ഘട്ടം സത്യത്തിൻ്റെതാണ്. സോക്രട്ടീസ് ചോദിച്ചു, താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സത്യമാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ട കാര്യമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്കൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം സത്യമല്ല. രണ്ടാമത് സോക്രട്ടീസ് ചോദിച്ചു, താങ്കൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം നല്ലതാണോ? അദ്ദേഹം പറഞ്ഞു, നല്ലതല്ല. ഓക്കെ, അപ്പോൾ സത്യമല്ലാത്ത നല്ലതല്ലാത്ത ഒരു കാര്യമാണ് താങ്കൾ എന്നെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. 3-ാം ഘട്ടം എന്ന നിലയിൽ സോക്രട്ടീസ് ചോദിച്ചു, താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, അതറിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. സത്യമല്ലാത്ത നല്ലതല്ലാത്ത ആർക്കും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു കാര്യമാണ് താങ്കൾ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് ആവശ്യമില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കുക, സത്യം ബോധ്യപ്പെടുന്നൊരു കാര്യം മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് ധൈര്യമായി പറയാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, നല്ലതല്ലാത്ത ആർക്കും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു കാര്യം മറ്റവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന് നാം വിളിക്കുന്നത് അപവാദം എന്നാണ്.